നമസ്കാരം. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ന്യായീകരണങ്ങളുമായി എത്തിയിരിക്കുകയാണ് ഡീൻ MK നാരായണൻ. ഇത് ഏറെ ആക്ഷേപങ്ങൾക്ക് ഇപ്പോൾ വഴിവെക്കുന്നുണ്ട്. ഹോസ്റ്റലിൽ താമസിക്കേണ്ടത് റെസിഡന്റ് ട്യൂട്ടർ ആണെന്നാണ് ഡീൻ പറയുന്നത്. ഹോസ്റ്റലിൽ താമസിക്കേണ്ടത് വാർഡൻ അല്ലെന്നും ഡീൻ പറയുന്നു. വാർഡൻ ഹോസ്റ്റലിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നയാളല്ലെന്നും തന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചതാണെന്നും ഡീൻ പറഞ്ഞു. കോളേജിലെ ഹോസ്റ്റലിൽ ഇതുവരെ പ്രശ്നമുണ്ടായിട്ടില്ല. സെക്യൂരിറ്റി പ്രശ്നം ഒന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ മാസം 18-നാണ് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തത്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖാമുഖം പരിപാടിക്ക് അസിസ്റ്റന്റ് വാർഡൻ കുട്ടികളെ കൊണ്ടുപോയിരിക്കുകയായിരുന്നു. അദ്ദേഹം കോഴിക്കോട് നിന്ന് വിളിച്ചു പറഞ്ഞാണ് ആത്മഹത്യാ ശ്രമം നടന്നത് അറിഞ്ഞത്. 10 മിനിറ്റിൽ താൻ അവിടേക്ക് എത്തി. കുട്ടികൾ പോലീസിനെയും ആംബുലൻസിനെയും അറിയിച്ച് കാത്തിരിക്കുകയായിരുന്നു. വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് അവർ മുറിയിൽ കയറിയതെന്ന് പറഞ്ഞു. ജീവനുണ്ടെങ്കിൽ രക്ഷിക്കണമെന്ന് കരുതിയാണ് ആംബുലൻസ് എത്തിയ ഉടൻ കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഹോസ്റ്റലിൽ 120ഓളം കുട്ടികളുണ്ട്. അവരാരും ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. ഹോസ്റ്റലിൽ താമസിക്കേണ്ടത് റെസിഡന്റ് ട്യൂട്ടറാണ്. ഡീനിന്റെ ജോലി എല്ലാ ദിവസവും ഹോസ്റ്റലിൽ പോയി സെക്യൂരിറ്റി സർവീസ് നടത്തുകയല്ല. ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി. ആരെങ്കിലും വിവരം പറയാതെ തനിക്ക് അറിയാൻ കഴിയില്ല. ആരും പറയാത്തത് കൊണ്ടാണ് മർദ്ദനം നടന്നത് അറിയാതെയിരുന്നത്. താൻ ഒരു കുട്ടിയുടെ വാഹനത്തിൽ ആംബുലൻസിന് പുറകെ ആശുപത്രിയിൽ പോയി. വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിയ ഉടൻ മരണം സ്ഥിരീകരിച്ചു. മരണം സ്ഥിരീകരിച്ച് 10 മിനിറ്റിൽ ബന്ധുക്കളും വിവരം അറിയിച്ചിട്ടുണ്ട്. തന്റെ നിർദ്ദേശപ്രകാരം തന്നെ വിദ്യാർത്ഥിയായ കൃഷ്ണകാന്താണ് സിദ്ധാർത്ഥിന്റെ അമ്മാവനെ വിളിച്ചത്. സിദ്ധാർത്ഥിന്റെ അഡ്മിഷൻ ആവശ്യത്തിന് എത്തിയപ്പോൾ അമ്മാവനുമായി പരിചയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു കൃഷ്ണകാന്ത്. മുൻപ് സജിൻ മുഹമ്മദ് എന്ന വിദ്യാർത്ഥി അപകടത്തിൽപ്പെട്ട ICUവിലായിരുന്നു. ഉടനെ താൻ കുട്ടിയുടെ ബന്ധുക്കളെ വിളിച്ച് മിംസ് ആശുപത്രിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അവർ പുറപ്പെട്ട് പാതി വഴിയിലെത്തിയപ്പോൾ കുട്ടി മരിച്ചു. മരണവിവരം താൻ വീണ്ടും കുട്ടിയുടെ അച്ഛനെ വിളിച്ചറിയിച്ചു. ഒപ്പമുണ്ടായിരുന്ന അമ്മയെ ബന്ധുവീട്ടിലാക്കിയ ശേഷമായിരുന്നു പിന്നീട് അച്ഛനടക്കമുള്ളവർ യാത്ര തുടർന്നത്. എന്നാൽ അമ്മ ബന്ധുവീട്ടിലെ കിണറ്റിൽ ചാടി ജീവനൊടുക്കി. ആ അനുഭവം തനിക്കുണ്ട്. അതിനാലാണ് ഇതിലൊരു വീഴ്ച വരാതിരിക്കാൻ അടുപ്പമുള്ള ആളെ കൊണ്ട് വീട്ടുകാരെ വിളിച്ച് വിവരം അറിയിച്ചത്. ഇങ്ങനെ തന്നെയാണ് മരണം അറിയിക്കുക. ഇതൊക്കെ മാനുഷിക പരിഗണനയുടെ കാര്യമാണ്. ഇതെല്ലാം ഡീൻ ചെയ്യണമെന്ന് വാശി പിടിക്കുകയല്ല വേണ്ടതെന്നാണ് ഡീൻ പ്രതികരിച്ചത്. വൈസ് ചാൻസലർക്കെതിരെ മാത്രമല്ല വെറ്ററിനറി സർവകലാശാല ഡീനിനെതിരെ നടപടി വേണമെന്നായിരുന്നു സിദ്ധാർത്ഥിന്റെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഡീനിനെ മാറ്റി നിർത്തി അന്വേഷിക്കണം. ഗവർണറുടെ തീരുമാനം സ്വാഗതം ചെയ്യുകയാണ്. ഉചിതവും ശക്തവുമായ തീരുമാനമാണ് ഗവർണറുടേതെന്നും സിദ്ധാർത്ഥിന്റെ അച്ഛൻ കൂട്ടിച്ചേർത്തിരുന്നു. കേസിൽ ഡീനിനെ പ്രതി ചേർക്കണമെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ വീണ്ടും ആവർത്തിച്ചിരുന്നു. ഡീനിന് എല്ലാ കാര്യങ്ങളും അറിയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡീൻ ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഇടപെടൽ ഇക്കാര്യത്തിലും ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. നന്ദി.